11 പേരുടെ ജീവനെടുത്ത ഇന്ത്യൻ പ്രീമിയർ ലീഗ് വിജയാഘോഷ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി. ഉച്ചയ്ക്ക് 2:30 കേസ് പരിഗണിക്കും. പോലീസിന് വീഴ്ച പറ്റിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DGP സർക്കാരിന് റിപ്പോർട്ട് നൽകി. രാജേഷ് ശ്രീനിവാസൻ നൽകുന്ന വിവരങ്ങൾ. ഏതൊക്കെ തുടർച്ചയാണ് ഈ വാർത്തയ്ക്കുണ്ടായിട്ടുള്ളത്? അനേഷ്, ഹൈപ്പിൽ ദുരന്തത്തിൽ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി. ഈ കേസിലെ വാദം ഇന്ന് ഉച്ചയ്ക്ക് 2:30 കേൾക്കും. ഈ ജസ്റ്റിസ് വി കാമേശ്വര റാവു, ജസ്റ്റിസ് CM ജോഷി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ കേസിലെ വാദം കേൾക്കുക. അങ്ങനെ ഈ 11 പേരുടെ ജീവനെടുത്ത ഈ ദുരന്തത്തിൽ, ഈ അപകടത്തിൽ ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. കർണാടക ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. അതേസമയം തന്നെ ഈ അപകടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് DGP ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ ഈ അപകടത്തിന് കാരണം പോലീസ് നൽകിയ നിർദ്ദേശം അവഗണിച്ചതാണ്. പ്രധാനമായും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ RCB ടീമും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമും അവഗണിച്ചതാണ് ഇതുപോലത്തെ ഒരു വലിയ അപകടത്തിന് കാരണമെന്നാണ് നിലവിൽ ഇപ്പോൾ DGP മുഖ്യമന്ത്രി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനമായും ഈ RCB ടീം അംഗങ്ങൾ, വിദേശ രാജ്യങ്ങളിലെ ടീം അംഗങ്ങളും ഈ RCB ടീമും ഉണ്ടായിരുന്നു. ഇവർക്ക് ഉടൻ മടങ്ങണം എന്നൊരു കാര്യം കൂടി RCB ടീം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുപോലെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഈ മത്സരം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇതുപോലത്തെ ഒരു വിജയാഘോഷം സംഘടിപ്പിക്കുന്നതും അതിൽ വലിയ രീതിയിലുള്ള തിരക്കിലും തിരക്കിലും 11 പേരുടെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം കൂടി ഉണ്ടാവുക. അതേസമയം തന്നെ ഈ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ച ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ബാംഗ്ലൂർ അർബൻ ഡെപ്യൂട്ടി കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. എന്തായാലും കർണാടക പോലീസ് ഈ കമ്മീഷന് മുന്നിൽ ഹാജരായി തങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാൻ, അല്ലെങ്കിൽ പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അവഗണിച്ചു, അതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അതേസമയം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു മജിസ്ട്രേറ്റ് കമ്മീഷന് മുന്നിൽ ബാംഗ്ലൂർ പോലീസ് വിശദീകരണം നൽകുന്നതോടെ ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ മറ്റൊരു വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയാണ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഈ സംഭവം ഒരു സർക്കാരിൻ്റെ വീഴ്ചയാണെന്നാണ്, അല്ലെങ്കിൽ ഈ ക്രിക്കറ്റിലെ മത്സരത്തിലെ ഈ ക്രെഡിറ്റ് എടുക്കാൻ സർക്കാർ എടുത്ത ഒരു മുതലെടുത്തതാണ് ഇത് ഒരു വലിയ രീതിയിലുള്ള അപകടത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അശോക, BJPയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അശോക വ്യക്തമാക്കുന്നത്. എന്തായാലും കർണാടക സർക്കാർ ഒരു വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാവുകയാണ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ പ്രധാനമായും ഈ അപകടത്തിന് പിന്നാലെ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ള കാര്യത്തിനോടൊപ്പം ഇപ്പോൾ ഈ സംഭവത്തിൽ കർണാടക ഹൈക്കോടതിയും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ കേസിലെ വാദം കേൾക്കും. ജസ്റ്റിസ് വി കാമേശ്വര റാവു, ജസ്റ്റിസ് CM ജോഷി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇന്ന് 2:30 ഈ കേസിലെ വാദം കേൾക്കുക. മനേഷ്. എന്തായാലും ഈ വിജയാഘോഷത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ആരാധകർ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ചിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്നും ആരാധകരുടെ ജീവൻ നഷ്ടമായതിൽ അതിയായ ദുഃഖമുണ്ട് എന്നും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ വ്യസനത്തിൽ പങ്കുചേരുന്നതായും അപകട വിവരം അറിഞ്ഞപ്പോൾ തന്നെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആഘോഷ പരിപാടികൾ വെട്ടിച്ചുരുക്കിയെന്നുമാണ് ടീം ആയ RCB പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്.